ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള AI ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വേണോ? അതേ ഗൈസ്, നിങ്ങൾക്കും ഫ്രീ ആയിട്ട് നിങ്ങളുടെ AI വീഡിയോസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള ഇൻഫ്ലുവൻസ് ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അപ്ലോഡ് ആയിക്കൊണ്ട് ക്യാഷുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇതുപോലുള്ള AI വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്ലാറ്റ്ഫോം അപ്ലോഡ് ആക്കാൻ പറ്റും. മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ക്യാഷുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയേണ്ടി പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള AI, അതായത് നിങ്ങളുടെയുള്ള AI ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്റെ നോളജുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഫ്രീ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് AI ഇമേജുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് AI വീഡിയോകളൊക്കെ ജനറേറ്റ് ആക്കണമെങ്കിൽ അത് പെയ്ഡ് ആണ്. ഓക്കെ, ചിലർക്ക് ക്രെഡിറ്റിംഗ് ആളെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമുക്ക് എളുപ്പമുള്ള മെത്തേഡുകളൊക്കെ ഇതാണ്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AI ഇൻഫ്ലുവൻസിന്റെ പിക്കൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഒരു AI ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ആ ഒരു ഇൻഫ്ലുവൻസിനുള്ള വീഡിയോകളൊക്കെ ജനറേറ്റ് ആക്കണം. ഓക്കെ, സോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് അതിന് ക്രെഡിറ്റ് വേണം. ക്രെഡിറ്റ് വേണമെങ്കിൽ നമ്മൾ എന്താണ് ക്യാഷ് കൊടുക്കണം. ഓക്കെ, സോ ചില ഫ്രണ്ട്സിന് ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ A2Sകളെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് ആവുന്നതായിരിക്കും. ഈ സംഭവങ്ങളല്ല നിങ്ങൾക്ക് ആർക്കും ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനവിടെ ചെയ്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്താണ്. നിങ്ങളിപ്പം ലാബിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീടിന് ഫുൾ ആയിട്ട് കണ്ടു ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളൊരു AI ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ആക്കിയത് നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഫേസിലൊക്കെ കാണിക്കാൻ മടിയുള്ളവർക്കാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസിന്റെ ക്യാഷുകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചുമ്മാ നമ്മൾ അപ്ലോഡ് ആക്കിയ പോലെ നിങ്ങൾക്ക് യൂട്യൂബിന്റെ എക്സാമ്പിളായിട്ട് കുറെ അധികം നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് സെർച്ചുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടുന്ന് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ചാനൽ സബ്ബുകളൊക്കെ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടമായാലും മാത്രം ചാനൽ സബ് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഒക്കെ ഡൗൺലോഡ് ചോദിച്ചാൽ മതി. ഓക്കെ, സോ കുറച്ച് വെബ്സൈറ്റുകളൊക്കെ വേണം. അതൊക്കെ വീഡിയോ പറയുന്നുണ്ട്. അതുപോലെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ വേണം. എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ട്രൈ ചെയ്ത് നോക്കാം. സോ നേരെ വീഡിയോ പോകാം. നമുക്ക് ഈ ഒരു AI ഇൻഫ്ലുവൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു 3 വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ 2 കൊടുത്തേക്കുന്നത് ഒന്ന് നമ്മുടെ ലോബർട്ട് AI ആണ്. സോ ഈ ഒരു AI വെച്ചാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു രൂപം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം വേറൊരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് വെച്ചാണ് നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം. സോ വേറൊരു വെബ്സൈറ്റാണ് നമ്മുടെ KIE AI. ഓക്കെ, സോ ഈ ഒരു AI വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇൻഫ്ലുവൻസറിന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു 3 AI കാര്യങ്ങളൊക്കെ വേണം. സോ പിന്നെ നമുക്ക് വേണ്ടത് പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. അതുവഴിയാണ് നമ്മളൊരു ഇൻഫ്ലുവൻസറിന്റെ മോഡൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ പറഞ്ഞ ലാഗടിപ്പിക്കുന്നതിന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെയാണ്. സോ ഞാനിവിടെ ഓൾറെഡി ഒരു മോഡൽ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വേണം. അതിനായിട്ട് നമുക്ക് നേരെ പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അടിക്കാൻ എങ്ങനെയുള്ളൂ ഇൻഫ്ലുവൻസർ മോഡൽ അടിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫ്ലുവൻസർ മോഡൽ പിക്ക് എന്നൊക്കെ അടിച്ചോ, ചിലപ്പോൾ വീഡിയോകളൊക്കെ കയറി വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. വേറെ ഒരുപാടൊക്കെ ഇൻഫ്ലുവൻസർ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആണുങ്ങളെടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഗേൾസ് എടുക്കാം. സോ ഗേൾസ് ആണ് കുറച്ചുകൂടി സൂട്ടബിൾ എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾക്ക് AI വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 3 ഡോട്ട് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ കാണാൻ ഡൗൺലോഡ് ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറി ഒന്ന് കിടക്കുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിലാണ് നമുക്ക് ഈ ഒരു ലോവർ AI യൂസ് വരുന്നത്. ആയി നമ്മുടെ പിക്ക് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ പിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുപോലത്തെ ഒരു പിക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതായത് അതുപോലത്തെ ഒരു AI ഇൻഫ്ലുവൻസർ നമുക്ക് വേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ നേരെ ഈ ഒരു ലോവർ AI പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലോവർ AI കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഒരു ദിവസം നമുക്ക് 30 ക്രെഡിറ്റ് വെച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ 30 ക്രെഡിറ്റ് മതി നമുക്ക് ചെയ്യാനായിട്ട്. അകപ്പാടെ ഒരു ഇൻഫ്ലുവൻസർ നമുക്ക് മതി. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് PC-യിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കണൊക്കെ കാണും. ഓക്കെ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഞാൻ ഇവിടെ ചെയ്യുന്നത് മൊബൈലിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ലാപ്പിൽ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള നിങ്ങൾക്ക് സ്യൂട്ടബിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ മൊബൈൽ യൂസും കുഴപ്പമില്ല, നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോവർ AI എടുക്കുക, ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ അപ്പ് ചെയ്യുക. 30 ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നാനോ ബനാന പ്രോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫ്രീ ആണ്. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ PC-യിലാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ഐക്കണായിരിക്കും കാണാനായിട്ട് പറ്റുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മുടെ മൊബൈലിലാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയുടെ ഐക്കൺ കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോറി.
ഫ്രണ്ട്സ് നമ്മളത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ അതിൻ്റേതായുള്ളൊരു അപ്പം തന്നെ അത് സെൻഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ മൊബൈലൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ സെറ്റായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ലോഡ് ആവുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇമേജ് നമുക്ക് ഇവിടെ എന്താണ് പ്രോസസ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ ഉള്ള ഒരു AI ഇൻഫ്ലുവൻസറിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു AI ഇൻഫ്ലുവൻസർ ആണ്. ഓക്കെ, മറ്റൊരു പിക്കിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഇവർ ജനറേറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു പിക്കുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഒരു പിക്കിന് നമുക്ക് വീഡിയോകളൊക്കെ ആക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ഈ ഒരു AI ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ മോഡലാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വേണം. സോ എക്സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നേരത്തെ അതായത് ഇമേജ് ഡൗൺലോഡ് ചെയ്ത ആ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു പിൻട്രസ്റ്റിൽ പോയിട്ട് തന്നെ നമുക്ക് എന്താണ് ആ ഒരു AI ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്താണ് നമ്മുടെ നമ്മുടെ ഈ ഇൻഫ്ലുവൻസറിന് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഒരു AI ഇൻഫ്ലുവൻസർ സെലക്ട് ആക്കിയിട്ടുണ്ട്, അതായത് ഒരു വീഡിയോ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ മോഡൽ അടിച്ചാൽ മതി. ഓക്കെ, AI ഇൻഫ്ലുവൻസർ മോഡൽ നിങ്ങൾ അടിച്ചാൽ മതി, അല്ലെങ്കിൽ AI ഇൻഫ്ലുവൻസർ ക്ലിപ്പും അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഏതായാലും സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റെ കോപ്പിങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. അതിനിടെ നിങ്ങൾ ക്രോമിൽ പോവുക, ഏതെങ്കിലും ഒരു പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡ് അടിക്കുക, നിങ്ങളൊരു സൈറ്റിൽ കയറി ഡൗൺലോഡുകളൊക്കെ ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, ക്ലിക്ക് പിന്നെന്ന് അങ്ങനെ എൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. 3 ഡോട്ട് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു AI ഇൻഫ്ലുവൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇൻഫ്ലുവൻസറാണ്. ഈ ഒരു ഇൻഫ്ലുവൻസറിനെ നമുക്ക് ഇതുപോലെ ആക്കണം, അതായത് ഇതേ ആക്ഷൻ കണക്ക് ആക്കണം. ഓക്കെ, അത് സിമ്പിളാണ്, ഞാനിപ്പോൾ കാണിച്ചില്ല. ഗൈസ് ഇത് എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻഫ്ലുവൻസർ സെലക്ട് ചെയ്യുക, നല്ലൊരു അതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ ചെയ്യാനായിട്ട് വേണ്ടി മാത്രമാണ് ഈ ഇൻഫ്ലുവൻസർ സെലക്ട് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ട് നമ്മൾ ഇതുപോലെ ആക്കിയിരിക്കണം. ഓക്കെ, അത് സിമ്പിളാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഫ്രെയിം എക്സ്ട്രാക്ടറിലേക്ക് പോവുക. ജസ്റ്റ് നിങ്ങൾ ബ്രൗസർ എടുക്കുക, അതിനുശേഷം ഈ ഒരു പേര് സെർച്ച് ചെയ്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡ്രോപ്പ് വീഡിയോ ഫയലുണ്ട്. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, നമ്മുടെ ഡൗൺലോഡ് ഇൻഫ്ലുവൻസർ, അതായത് നമ്മുടെ ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ അത് ജസ്റ്റ് ഇവിടെ നിന്ന് അപ്ലോഡായി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഫ്രെയിം എക്സ്ട്രാക്ട് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒന്നാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, എന്തെങ്കിലും കാണാൻ പറ്റും എക്സ്ട്രാക്ട്, ജസ്റ്റ് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അത് ഒന്നാക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, എക്സ്ട്രാക്ടിങ് ആളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ക് വരുന്നതിന് താഴെ സ്ക്രോൾ ചെയ്തിട്ട് ഒരു പിക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, സിമ്പിളാണ്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഇമേജ് ഡൗൺലോഡുകളൊക്കെ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഈ ലോവർ ടൈലേക്ക് വരിക. ഓക്കെ, അത് സിമ്പിൾ പ്രോസസ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നവനൊക്കെ തന്നെ ജസ്റ്റ് ഇവിടെ നമുക്ക് നമ്മുടെ ഇമേജ് ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് കാണാൻ പറ്റും നമ്മുടെ നേരത്തെ ഇമേജ് ആഡ് ആക്കിയല്ലോ. അപ്പോൾ അതുപോലെ ജസ്റ്റ് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത 2 പിക്കുണ്ട്. ഒന്ന് നമ്മുടെ ഇൻഫ്ലുവൻസറും ഒന്ന് നമ്മളിപ്പം വീഡിയോ എക്സ്ട്രാക്ടർ ഫയലിൽ പോയി ഡൗൺലോഡ് ചെയ്ത ഒരു പിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ജസ്റ്റ് ഡൗൺലോഡുകളൊക്കെ ചെയ്യുക. ഒന്ന് നമ്മുടെ ഇൻഫ്ലുവൻസർ സെലക്ട് ചെയ്യുക, 2 നമ്മുടെ ഒരു മോഡൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഇപ്പം നമ്മൾ വീഡിയോ എക്സ്ട്രാക്ടറിൽ പോയി ഡൗൺലോഡ് ചെയ്ത മോഡൽ ജസ്റ്റ് അത് സെലക്ടിങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് ഉണ്ട്, സിമ്പിളാണ്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് മാത്രം നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ഇതാണ് പ്രോംപ്റ്റുകളെ കൊടുത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ. ഇമേജ് 2 എക്സ്പോസിങ് ആൻഡ് ഡ്രസ്സിങ് ലൈക്ക് ഇമേജ് 1. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ അടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നേരെ ആ ഒരു സെൻഡ് ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് വീഡിയോ ആ ഒരു പിക്ക് നമുക്ക് എക്സ്പോർട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സിമ്പിളാണ്, ജസ്റ്റ് വെയിറ്റിങ്ങുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് ജസ്റ്റ് ഈ ഒരു ഇമേജിന് ഡൗൺലോഡുകളൊക്കെ ചെയ്യും. ഓക്കെ, സോ ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്ട് മാത്രമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ഇൻഫ്ലുവൻസറൊക്കെ സെറ്റാക്കി എടുക്കുക. ഓക്കെ, ഇതേ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻഫ്ലുവൻസറുകളെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് എത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് നേരെ എന്താണ് വീഡിയോകളൊക്കെ സെറ്റാക്കണം. ഓക്കെ, സോ ഫ്രണ്ട്സ് അതിനുശേഷം നമ്മൾ ചെയ്ത ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ KIEAയിലേക്ക് വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ടുകളൊക്കെ വഴി സിമ്പിളായിട്ട് സൈൻ അപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ആപ്പിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയുള്ള ഡിഫറൻസുകളൊക്കെ കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിപ്പോൾ ചെയ്യുന്നത് മൊബൈലിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് സെഷൻസ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ക്ലിങ് 2.6 മോഷൻ കൺട്രോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അവിടെയാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ടു വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഒരു ഇമേജും രണ്ടാമത്തെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ഇമേജ് ഒന്ന് റിമൂവ് ആയി കളയുക. നമ്മളായുള്ള ഇൻഫ്ലുവൻസറിൻ്റെ ആ ഒരു ഇമേജ് ഒന്ന് ഇവിടെ അപ്ലോഡ് ആയി കൊടുക്കുക. സൈറ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻഫ്ലുവൻസറെ കിട്ടുന്നതായിരിക്കും. ആ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്താണ് നമുക്ക് നമ്മളെ ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്ത ഇൻഫ്ലുവൻസർ, അതായത് പിൻട്രസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്തത്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോയ്ക്കും അതുപോലെ നമ്മൾ രണ്ടും അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് രണ്ടും നിങ്ങൾ എന്താണ് സെലക്ട് ആക്കുക, അതായത് രണ്ടും നിങ്ങൾ അപ്ലോഡ് ആയി കൊടുക്കുക. സോ അതിനുശേഷം മണ്ടോട് സ്ക്രോൾ ചെയ്താൽ ഒരു പ്രോംപ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്രോംപ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ എന്താണ് ആ ഡിലീറ്റ് ആയി കളയുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ഇമേജ് കാർട്ടൂൺ മോഡലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റാണ് കിടക്കുന്നത്. അപ്പോൾ താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതാ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റും, മോഡ് കാണാൻ പറ്റും. സോ ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ആകുന്നത് തന്നെ 720p ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് റൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്കും കാണാൻ ചെയ്യും. ഓക്കെ, റൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് ആ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു ക്ലിങ് ഐയിൽ നമുക്ക് എന്താണ് ക്രെഡിറ്റും കാണാൻ കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ബെസ്റ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അതില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹിങ്സ്ഫീൽഡ് എന്നാണ് ഈ ഒരു എയുടെ പേര്. നിങ്ങൾക്ക് ഏകദേശം 3 ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതുവഴി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു എ, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ നേരത്തെ, അതായത് നമ്മുടെ നേരത്തെ KI ഈ എയിൽ നമുക്ക് എന്താണ് അതിനകത്ത് ക്യാഷ് കൊടുക്കണം. ഓക്കെ, അതായത് നമുക്ക് ക്രെഡിറ്റ് ഇല്ല, പക്ഷേ ഇതിനകത്തൊക്കെ ഫ്രീ ആയിട്ട് 3 ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിങ് മോഷൻ കൺട്രോൾ ഉണ്ട്, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അതുപോലെ സംഭവം തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നുണ്ട്. നമ്മളെടുത്ത ഒരു വീഡിയോ കാണാൻ ഇവിടെ അപ്ലോഡ് കാണാൻ ആയി കൊടുക്കുക. അതായത് നമ്മൾ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ആയി കൊടുക്കുക. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു യൂസ് ചെയ്യുന്നത്. മറ്റേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്ട് മാത്രമാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതുവഴി ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതുവഴി ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ക്യാഷിങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 3 ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. സോ അല്ലാത്തവർ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക, ഗൂഗിൾ അക്കൗണ്ട് മാറ്റി ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, സോ ബേസിക്കായിട്ട് നിങ്ങൾ റാൻഡം സെറ്റ് കൊടുത്താൽ മാത്രം മതി. ഫ്രണ്ട്സ്, ഇവിടെ 2 സംഭവം അപ്ലോഡായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി സെലക്ട് ചെയ്യാണ്ട് പറ്റുന്നുണ്ട്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ജനറേറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ വീഡിയോയും കിടക്കുന്നുണ്ട്, ഇമേജും കിടക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ കാണാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജനറേറ്റ് കാണാൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസും കാണാൻ ജനറേറ്റ് ആകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും എന്താണ് നമുക്ക് ക്യാഷിങ്ങളൊക്കെ കൊടുക്കണം. സോ ചില ഫ്രണ്ട്സിനാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, അതായത് ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. ചിലർ ക്രെഡിറ്റും കാണാൻ കിട്ടില്ല. സോ നമ്മൾ ഇത് എങ്ങനെയാണ് ഇനി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് കോംപ്ലിക്കേറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന വേയും കാണൊക്കെ ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് കാണൊക്കെ ആക്കിയത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. മനസ്സിലാത്ത ഫ്രണ്ട്സ് വീഡിയോ ഒന്നുകൂടെ കാണാം, അല്ലെങ്കിൽ കമന്റ്സ് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ടെലഗ്രാമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ചാനൽ സബ്ബടിച്ച് വെച്ചേക്കാം. ഇതുപോലുള്ള നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മണി കണ്ടന്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാനൽ സബ്ബുകളൊക്കെ അടിച്ച് വെച്ചേക്കാം. സോ ഇതിലും വെച്ച മറ്റു വീഡിയോക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.